കച്ചവടക്കാരെതിരാണ്, ഓലാരി ഇറങ്ങണില്ല, ഞങ്ങൾ 1 മണിക്കൂർ തന്നാൽ മതി. ഞങ്ങൾ 1 മണിക്കൂർ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി വാട്സപ്പ് കൂടെ ഒരു നിർദ്ദേശം കൊടുത്താൽ മതി. ഞങ്ങൾ ആളുകളൊക്കെ ഞങ്ങൾക്ക് അറിയാതെ എങ്ങനെ പോകേണ്ടതൊക്കെ. പക്ഷെ വികസനത്തിന് ഞങ്ങൾ ആരും എതിരില്ല. ഞങ്ങൾ കളിയാക്കാൻ മെനക്കെട്ടാൽ ലേശം ബുദ്ധിമുട്ടാവും. വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാതെ എടവണ്ണപ്പാറയിൽ നിങ്ങൾ ഒരു വികസനം ഇവിടെ നടക്കൂല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്താണ്ട്. കൊണ്ടോട്ടിയിൽ എങ്ങനെ വികസനം നടത്തി നിങ്ങൾ പഠിക്കും, മഞ്ചേരിയിൽ എങ്ങനെ ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡ് നമ്മുടെ വികസനം ഉണ്ടായത് നിങ്ങൾ പഠിക്കും, അരീക്കോട് എങ്ങനെ വികസനം ഉണ്ടായത്, കോഴിക്കോട് ബൈപ്പാസ് എങ്ങനെ ഉണ്ടായത്, ഇതൊക്കെ എങ്ങനെ മറ്റുള്ളവരുടെ തലയിൽ കൂടെ കൊണ്ടുപോയിട്ടാ. നിങ്ങൾ പറയാം ഞങ്ങൾ 10-200 ഞങ്ങൾ 100 ജില്ലാ വ്യാപാരികൾ, 100 ജില്ലാ വ്യാപാരികളില്ല, ഇവിടെ 700 ജില്ലാ വ്യാപാരികളുണ്ട്. ഞാൻ ഒരേ മാതിരി അതൊക്കെ 100 ജില്ലാ വ്യാപാരികളെ പ്രശ്നമായിട്ട് എടുക്കുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് തിരിഞ്ഞ ഞങ്ങൾ പിന്നെ മണ്ഡലത്തിലും ജില്ലയിലും സംസ്ഥാനത്തൊക്കെ ഞങ്ങൾ ഈ പരിപാടി ആഹ്വാനം ചെയ്യും. ഇവിടെ അനങ്ങാൻ കഴിയില്ല. ഞങ്ങളെ വ്യക്തമായ, ഞാൻ കൂടുതൽ പറയുന്നില്ല, എനിക്കൊരു 3 മിനിറ്റേ ഇവിടെ നമ്മളെ സംഘാടകർ അനുവദിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ കൂടുതൽ ഒരൊറ്റ വാക്കുകൂടി കൂടുതൽ പറയാതെ പിന്നെ നിർത്തുകയാണ്. ഞങ്ങളെ വ്യാപാരികൾക്ക് ഒന്നുകൂടി അടിയുറച്ച് ചെയ്ത രാഷ്ട്രീയക്കാരോ ആരെങ്കിലും വ്യാപാരികൾക്കെതിരെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചോളി. ഞങ്ങളിവിടെ പോകുന്ന വ്യാപാരികൾക്ക് അർഹമായ എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത്, ആ നഷ്ടപ്പെട്ട വീതം മുഴുവൻ കൊടുക്കാതെ ഇവിടെ നിങ്ങൾ ഒരു JCB ആയിട്ട് വാങ്ങാൻ വന്നിട്ടൊന്നും കാര്യമില്ല. അത് നടക്കൂല. വളരെ വ്യക്തമായിട്ട് പറയാണ്. അത് നിങ്ങൾ ഏത് പോലീസ് വന്നു കഴിഞ്ഞാലും എടവണ്ണപ്പാറ വ്യാപാരി വ്യവസായ കോർപ്പറേറ്റ് സമിതിന് മുന്നിൽ നിങ്ങളെ പോലീസൊന്നും വിലപ്പോവില്ല, ഒരു ടീമും വിലപ്പോവില്ല. അതിന് ആവശ്യമായ നടപടികൾ എടുക്കാൻ പല രൂപത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതായത് ബൈപ്പാസ് ഒക്കെ പല രൂപത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അത് എടവണ്ണപ്പാറയിൽ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൊണ്ടോട്ടിയിലൊക്കെ ബൈപ്പാസ് വന്നതാണ്, തിരക്കൊഴിഞ്ഞതാണ്. 100 കൊല്ലം മുന്നേയുള്ള കെട്ടിടങ്ങൾക്ക് എപ്പോഴും പല സ്ഥലങ്ങളിലും കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു 100 വ്യാപാരികളെ വിളിച്ചാണ് ഓലാണ് പോയിക്കോളും. ഓല അങ്ങനെയാവും. ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്ത് TV ഇബ്രാഹിം MLA സാറിനെ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ ഔദ്യോഗികമായിട്ടല്ല വിളിച്ചിട്ടോ, ഞാൻ പേഴ്സണൽ ആയിട്ട് എനിക്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ട്. ഞാനും ചെറിയ രാഷ്ട്രീയമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ എടവണ്ണപ്പാറയിൽ വന്ന എന്റെ രാഷ്ട്രീയം വ്യാപാരി വ്യവസായ കോർപ്പറേറ്റ് സമിതി എടവണ്ണപ്പാറ യൂണിറ്റാണ്. ഇവിടുത്തെ വ്യാപാരി വ്യവസായ എടവണ്ണപ്പാറ യൂണിറ്റിൽ ഒരു ആളുകൾക്ക്, ഒരു മെമ്പർമാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ പ്രശ്നം പരിഹരിച്ചിട്ടേ ഞങ്ങൾക്ക് രാഷ്ട്രീയമുള്ളൂ. ഇത് ഞങ്ങൾ അരിപ്രശ്നമാണ്. ഞങ്ങൾ അരിപ്രശ്നം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ ആദ്യം രാഷ്ട്രീയമല്ല, ആദ്യം ഞങ്ങളെ അരിപ്രശ്നം നടക്കണം. ആ അരിപ്രശ്നം ഞങ്ങൾ 100ഓളം വ്യാപാരികളെ ചവിട്ടി മുറുക്കി മുന്നോട്ടാക്കിയിട്ട് ആർക്കെങ്കിലും മുന്നോട്ട് പോകാനുള്ള ധാരണ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഇതുവരെ ഞങ്ങൾ വ്യാപാരികളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് എന്ത് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വികസനത്തിന്റെ പേരിൽ ഞങ്ങൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടേ നിങ്ങളെ ഏത് വികസനം ഇവിടെ നടക്കുള്ളൂ. ഞങ്ങൾ എല്ലാ വികസനത്തിലും നിങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിങ്ങൾ കൂടുതലുണ്ടാവും. അല്ലാതെ നിങ്ങൾ വികസനം വന്ന് നാളെ എടവണ്ണപ്പാറയിലെ വ്യാപാരികളെ ഒഴിപ്പിക്കാൻ തന്നെ അരീക്കോട് റോട്ടിലും കൊണ്ടോട്ട് റോട്ടിലും വാഴക്കാട് റോട്ടിലും എളമറ റോട്ടിലും ഞങ്ങളെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് കൊടുത്താൽ തടയാനാളുണ്ടാവും. നിങ്ങളെ JCBയും കേരള പോലീസും അതായത് ഇവിടെ നിങ്ങളെ ഇന്ത്യൻ നേതൃത്വത്തിന് മതിയാവില്ല. ഞാൻ ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാണ്, ഈ ഒരു പ്രോഗ്രാമിന് വെറും 2 മണിക്കൂറാണ് കടകൾ അടയ്ക്കാൻ പറഞ്ഞത്. 2 മണി മുതൽ വ്യാപാരി വ്യവസായ കോർപ്പറേറ്റ്